മൂന്നാറിൽ ഓടുന്ന ഡബിൾ ഡെക്കർ ബസ്സിന് മുകളിൽ യാത്രക്കാരുടെ ഒരു സാഹസയാത്ര. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ്സുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഒരു യാത്രക്കാരൻ അതിന് മുകളിൽ സാഹസിക യാത്ര നടത്തി അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ബസിന്റെ മുകൾ നിലയിലെ ജനാലയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു അഭ്യാസ പ്രകടനം. ജെയിനസ് രാജുവിൻ്റെ വിവരങ്ങളുമായി. ജെയിൻ, കയ്യും തലയും പുറത്തിടരുത് എന്നതാണ് ബസ്സുകളിലൊക്കെ എഴുതി വയ്ക്കാറ്. ഇതിപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നല്ല കാഴ്ചയെ കണ്ടപ്പോൾ പുറത്തേക്ക് തലയിട്ടതാണ് എന്ന് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അല്പം ഗൗരവത്തിലാണ്. ഡ്രൈവറും അവിടുത്തെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? രതീഷ്, നമുക്കറിയാം ഈ ഡബിൾ ഡെക്കർ ബസ് ഓടാൻ തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഈ ബസ്സിൻ്റെ മുകളിലത്തെ നിലയുടെ ചില്ല് പൊട്ടിയതായിരുന്നു. ഇന്നിപ്പോൾ അവിടെ സാഹസിക യാത്ര, നമുക്കറിയാം മൂന്നാറിൽ ഗ്യാപ്പ് റോഡിൽ സ്ഥിരം സാഹസിക യാത്ര നടന്നിരുന്ന ഒരു സ്ഥലമാണ്. കാറുകളിലും മറ്റ് ഇരുചക്രവാഹനങ്ങളിലും പോകുന്നവരായിരുന്നു സാഹസിക യാത്ര നടത്തിയിരുന്നത്. അതിനുശേഷം തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിന് പിന്നാലെ ആ ഒരു നിയമലംഘനത്തിന് ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് മറ്റൊരു രീതിയിൽ ഡബിൾ ഡെക്കറിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം, മുകളിലത്തെ നിലയിലാണ്, ഈ ബസ്സിൻ്റെ മുകളിലെ നിലയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അതിനുശേഷം ശരീരം ഏതാണ്ട് പകുതിയിലധികം പുറത്തേക്കിട്ട് ബസ്സിൻ്റെ ജനാലയിലിരുന്നാണ് യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും അപകടത്തിന് സാധ്യതയുള്ള രീതിയിലുള്ള യാത്ര തന്നെയാണ്. ഇത് തടയേണ്ടത് ആ ബസ്സിലെ ജീവനക്കാരാണ്. കണ്ടക്ടറോ അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഒരു പക്ഷേ പെടണമെന്നില്ല. പക്ഷേ കണ്ടക്ടർക്ക് ഇത് നിയന്ത്രിക്കേണ്ടതാണ്. യാത്രക്കാരനെ ഇത്തരം ഒരു നിയമലംഘനത്തിൽ നിന്ന് തടയുകയും അയാളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി ആ KSRTCയിലെ ജീവനക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാരന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം യാത്രക്കാരനുമുണ്ട്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളിലും ലംഘനം ഉണ്ടായിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന യാത്രകൾ അത് സ്വയം അപകടത്തിൽപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.